ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആന്ധ്രാപ്രദേശിലെ പുട്ടപർത്തിയിൽ സത്യസായി ബാബ ശതാബ്ദി ആഘോഷങ്ങളിൽ പങ്കെടുത്തു. ദക്ഷിണേന്ത്യൻ ജൈവ കൃഷി ഉച്ചകോടിയുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി ഇന്ന് കോയമ്പത്തൂരിൽ നിർവഹിക്കും. കേരളത്തിൽ SIR നടപടികൾ വേഗത്തിലാക്കുന്നതിൽ ബൂത്ത് ലെവൽ ഓഫീസർമാർ സുപ്രധാന പങ്കാണ് വഹിക്കുന്നതെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം സംസ്ഥാനത്ത് ഊർജിതമായി പുരോഗമിക്കുന്നു. നാമനിർദ്ദേശ പത്രികകൾ മറ്റന്നാൾ വരെ സമർപ്പിക്കാം. ബീഹാറിൽ സർക്കാർ രൂപീകരണം സംബന്ധിച്ച ചർച്ചകൾ അവസാന ഘട്ടത്തിൽ. NDA നിയമസഭാ കക്ഷിയോഗം ഇന്ന് ഉച്ചതിരിഞ്ഞ്. 56ാമത് ഇന്ത്യ രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് നാളെ ഗോവയിൽ തിരിതെളിയും. ക്ഷയരോഗത്തിനെതിരായ പോരാട്ടത്തിൽ ഗണ്യമായ പുരോഗതി കൈവരിച്ചതിന് ഇന്ത്യയ്ക്ക് ലോകാരോഗ്യ സംഘടനയുടെ പ്രശംസ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആന്ധ്രാപ്രദേശിലെ പുട്ടപർത്തിയിൽ സത്യസായി ബാബ ശതാബ്ദി ആഘോഷങ്ങളിൽ പങ്കെടുത്തു. ഭഗവാൻ ശ്രീ സത്യസായി ബാബയുടെ ആശയങ്ങൾ കോടിക്കണക്കിന് ജനങ്ങൾക്ക് മാർഗദർശനമാകുന്നുവെന്ന് പ്രധാനമന്ത്രി ചടങ്ങിൽ പറഞ്ഞു. വസുദൈവ കുടുംബകം എന്ന ദർശനത്തിന്റെ ഉത്തമ മാതൃകയായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതമെന്നും ശ്രീ മോദി അഭിപ്രായപ്പെട്ടു. बाबा का यह जन्म शताब्दी वर्ष हमारी पीढ़ी के लिए सिर्फ एक उत्सव नहीं, यह एक दिव्य वरदान है. लेकिन उनकी शिक्षा, उनका प्रेम, उनकी सेवा भावना आज भी करोड़ों लोगों का मार्गदर्शन कर रही है. 140 से ज्यादा देशों में लाखों जीवन नए प्रकाश, नई दिशा और नए संकल्प के साथ आगे बढ़ रहे हैं. സത്യസായി ബാബയുടെ അനുസ്മരണാർത്ഥമുള്ള പ്രത്യേക തപാൽ സ്റ്റാമ്പും നാണയവും അദ്ദേഹം പുറത്തിറക്കി. പ്രശാന്തി നിലയത്തിലെ സത്യസായി ബാബ മഹാസമാധിയിൽ പ്രധാനമന്ത്രി പ്രണാമമർപ്പിച്ചു. ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി N. ചന്ദ്രബാബു നായിഡു ഉൾപ്പെടെയുള്ള പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. ദക്ഷിണേന്ത്യൻ ജൈവകൃഷി ഉച്ചകോടിയുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കോയമ്പത്തൂരിൽ നിർവഹിക്കും. സുസ്ഥിരവും പരിസ്ഥിതിക്ക് ഇണങ്ങിയതും രാസവിമുക്തവുമായ കാർഷിക രീതികൾ പ്രോത്സാഹിപ്പിക്കുകയാണ് ഉച്ചകോടിയുടെ ലക്ഷ്യം. ആന്ധ്ര സന്ദർശനം പൂർത്തിയാക്കി തമിഴ്നാട്ടിലെത്തുന്ന പ്രധാനമന്ത്രി PM കിസാൻ പദ്ധതിയുടെ 21ാം ഗഡു കർഷകർക്ക് ചടങ്ങിൽ കൈമാറും. കേരളത്തിൽ SIR നടപടികൾ വേഗത്തിലാക്കാൻ ബൂത്ത് ലെവൽ ഓഫീസർമാർ പ്രധാന പങ്കാണ് വഹിക്കുന്നതെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ. BLOമാർ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രധാന ഘടകമാണെന്നും ഇവരുടെ കൃത്യമായ പ്രവർത്തനത്തിലൂടെ ഇതുവരെ 5 ലക്ഷത്തോളം പൂരിപ്പിച്ച എന്യൂമറേഷൻ ഫോമുകൾ അപ്ലോഡ് ചെയ്യാൻ സാധിച്ചതായും അദ്ദേഹം പറഞ്ഞു. BLOമാർക്ക് ബുദ്ധിമുട്ടില്ലാതെ ജോലി ചെയ്യാൻ എല്ലാ സൌകര്യവുമുണ്ടെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വ്യക്തമാക്കി. ഒരു പ്രാവശ്യം ബൂത്ത് ലെവൽ ഓഫീസറായിട്ട് നിയമിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ മൊത്തം മോണിറ്ററിംഗ്, സൂപ്പർവിഷൻ, എവറിത്തിങ് റെസ്റ്റ് വിത്ത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. സോ അവരുടെ ഉത്തരവാദിത്വം ഇലക്ഷൻ കമ്മീഷന് മാത്രമായിരിക്കും എന്നുള്ളതാണ് അത് നിലവിലുള്ള ചട്ടം. അത് തന്നെയാണ് എല്ലാവരും പാലിക്കേണ്ടത്. ഇപ്പോൾ അവരുടെ ഏറ്റവും നല്ല പ്രവർത്തനയുടെ ഭാഗമായിട്ടാണ് നമുക്ക് ഇത്ര നല്ല ഒരു ശതമാനം കാര്യങ്ങൾ SIRൽ നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഒരു കൂട്ടായ്മ പ്രവർത്തനത്തോടു കൂടി എല്ലാ ബൂത്ത് ലെവൽ ഓഫീസേഴ്സിന് ഒരാൾക്ക് പ്രയാസം വരാത്ത രീതിയിൽ നമ്മൾ പരമാവധി എല്ലാവരെ സഹായിച്ചുകൊണ്ട് തന്നെയാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. BLOമാരുടെ ജോലി തടസ്സപ്പെടുത്താൻ ആർക്കും അവകാശമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഇത്തരത്തിൽ ജോലി തടസ്സപ്പെടുത്തുന്നത് 10 വർഷം വരെ തടവ് ശിക്ഷ കിട്ടുന്ന കുറ്റമാണ്. BLO അനീഷ് ജോർജിന്റെ മരണത്തിൽ ദുഃഖം രേഖപ്പെടുത്തിയ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് എല്ലാ പിന്തുണയും നൽകുമെന്നും അറിയിച്ചു. SIRന്റെ ഭാഗമായി കേരളത്തിൽ ഇതുവരെ 97% എന്യൂമറേഷൻ ഫോമുകളാണ് വിതരണം ചെയ്തത്. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികാ സമർപ്പണം പുരോഗമിക്കുന്നു. ഇന്നലെ വരെ 7000-ഓളം പേർ പത്രിക സമർപ്പിച്ചതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി മറ്റന്നാൾ അവസാനിക്കും. സൂക്ഷ്മ പരിശോധന 22-ന് നടക്കും. അടുത്ത മാസം 9-നും 11-നും 2 ഘട്ടങ്ങളായാണ് വോട്ടെടുപ്പ്. 13-നാണ് വോട്ടെണ്ണൽ. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണവും വാർഡുകളിൽ ഊർജിതമായി പുരോഗമിക്കുകയാണ്. ബീഹാറിൽ സർക്കാർ രൂപീകരണം സംബന്ധിച്ച ചർച്ചകൾ അവസാന ഘട്ടത്തിൽ. നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്നതിനായി NDA MLAമാർ ഇന്ന് ഉച്ചതിരിഞ്ഞ് പട്നയിൽ യോഗം ചേരും. നിതീഷ് കുമാറിനെ കക്ഷി നേതാവായി തെരഞ്ഞെടുക്കുമെന്നാണ് സൂചനകൾ. തുടർന്ന് സർക്കാർ രൂപീകരണത്തിന് അവകാശവാദം ഉന്നയിച്ച് NDA നേതാക്കൾ ഗവർണറെ കാണും. ഇന്ന് ചേർന്ന JDU നിയമസഭാ കക്ഷി യോഗം നിതീഷ് കുമാറിനെ കക്ഷി നേതാവായി തെരഞ്ഞെടുത്തിരുന്നു.
BJP നിയമസഭാ കക്ഷി യോഗവും ഉടൻ ചേരും. പട്നയിലെ ഗാന്ധി മൈതാനിൽ നാളെയാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ ചടങ്ങിൽ പങ്കെടുക്കും. 2026-27 കേന്ദ്ര ബജറ്റിനു മുന്നോടിയായി ന്യൂഡൽഹിയിൽ നടക്കുന്ന 7ാമത് യോഗത്തിന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അധ്യക്ഷത വഹിച്ചു. ബാങ്കിംഗ്, ധനകാര്യ, ഇൻഷുറൻസ് മേഖലകളിലെ വിദഗ്ധരാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത്. ധനകാര്യ സഹമന്ത്രി പങ്കജ് ചൌധരി, സാമ്പത്തിക കാര്യ വകുപ്പ് സെക്രട്ടറിമാർ, കേന്ദ്ര സർക്കാരിന്റെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ്, മന്ത്രാലയത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും യോഗത്തിൽ പങ്കെടുത്തു. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ഇന്ത്യ സന്ദർശനത്തെ താൽപര്യപൂർവ്വം നോക്കിക്കാണുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിക്കായി അടുത്ത മാസമാണ് പുടിൻ ഇന്ത്യയിലെത്തുന്നത്. റഷ്യൻ പ്രസിഡന്റിന്റെ സഹായി നിക്കോളായ് പത്രുഷേവുമായി ന്യൂഡൽഹിയിൽ നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് പ്രധാനമന്ത്രി ഇക്കാര്യം അറിയിച്ചത്. സമുദ്രമേഖല, കപ്പൽ നിർമ്മാണം, നൈപുണ്യ വികസനം, കണക്ടിവിറ്റി തുടങ്ങിയ രംഗങ്ങളിൽ ഇന്ത്യ റഷ്യ ബന്ധം വിപുലീകരിക്കുന്നത് സംബന്ധിച്ച ഫലപ്രദമായ ചർച്ചകൾ പത്രുഷേവുമായി നടന്നതായും ശ്രീ മോദി പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. ശബരിമലയിൽ മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന്റെ ഭാഗമായുള്ള ഭക്തജന തിരക്ക് നിയന്ത്രണ വിധേയം. നിലയ്ക്കൽ, പമ്പ എന്നിവിടങ്ങളിൽ തിരക്ക് കുറയ്ക്കാൻ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. NDRF സംഘവും സന്നിധാനത്തെത്തിയിട്ടുണ്ട്. സ്പോട്ട് ബുക്കിംഗ് ഇന്നലെ മുതൽ 20,000 നിജപ്പെടുത്തി. ക്യൂവിലുള്ള തീർത്ഥാടകർക്ക് കുടിവെള്ളവും ഉറപ്പുവരുത്തുന്നുണ്ട്. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ മുറജപ ലക്ഷദ്വീപ് മഹോത്സവത്തിന് നാളെ തുടക്കമാകും. 6 വർഷത്തിലൊരിക്കൽ നടക്കുന്ന മുറജപ മഹോത്സവം ജനുവരി 14 ലക്ഷദ്വീപത്തോടെയാണ് സമാപിക്കുക. മുറജപത്തിന്റെ ആദ്യ ദിവസത്തെ ചടങ്ങിൽ തെലുങ്ക് ചലച്ചിത്ര താരം റാണ ദഗുപതി പങ്കെടുക്കും. 56ാമത് ഇന്ത്യ രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് നാളെ ഗോവയിൽ തിരിതെളിയും. ബ്രസീലിയൻ ചിത്രം ദി ബ്ലൂ ട്രെയിലാണ് ഉദ്ഘാടന ചിത്രം. ഈ മാസം 28 വരെ നീളുന്ന മേളയിൽ 80-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള 270-ലധികം ചിത്രങ്ങൾ പ്രദർശിപ്പിക്കും. ജപ്പാനാണ് ഈ വർഷത്തെ കൺട്രി ഫോക്കസ്. വേവ്സ് ഫിലിം ബസാർ, ഇഫിയസ്റ്റ, സിനിം AI ഹാക്കത്തോൺ എന്നിവയും മേളയുടെ ഭാഗമായി സംഘടിപ്പിക്കുന്നുണ്ട്. ഭീകരതയിൽ നിന്ന് സ്വന്തം പൌരന്മാരെ സംരക്ഷിക്കാൻ ഇന്ത്യയ്ക്ക് അവകാശമുണ്ടെന്ന് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. റഷ്യയിലെ മോസ്കോയിൽ നടന്ന ഷാങ്ഹായ് സഹകരണ സംഘടനാ യോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. എല്ലാത്തരം ഭീകരവാദത്തെയും ലോകരാജ്യങ്ങൾ പൂർണ്ണമായും തള്ളിക്കളയണമെന്നും ശ്രീ S. ജയശങ്കർ വ്യക്തമാക്കി. It is imperative that the world display zero tolerance towards terrorism in all its forms and manifestations. There can be no justification, no looking away, and no whitewashing. As India has demonstrated, we have the right to defend our people against terrorism and will exercise it. India believes that SCO must adapt to the changing global landscape, develop an expanded agenda, and reform its working methods. We will contribute positively and fully to these objectives. ഇന്ന് മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ 108ാം ജന്മവാർഷിക ദിനം. 1917 നവംബർ 19 അലഹബാദിലാണ് ഇന്ദിരാഗാന്ധി ജനിച്ചത്. ദേശീയോദ്ഗ്രഥന ദിനമായാണ് രാജ്യം ഈ ദിനം ആചരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇന്ദിരാഗാന്ധിക്ക് പ്രണാമം അർപ്പിച്ചു. ഇന്ദിരാഗാന്ധിയുടെ സമാധി സ്ഥലമായ ശക്തിസ്ഥലിൽ കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, മുതിർന്ന നേതാക്കളായ സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി എന്നിവർ പുഷ്പാർച്ചന നടത്തി. ക്ഷയരോഗത്തിനെതിരായ പോരാട്ടത്തിൽ ഗണ്യമായ പുരോഗതി കൈവരിച്ചതിന് ഇന്ത്യയ്ക്ക് ലോകാരോഗ്യ സംഘടനയുടെ പ്രശംസ. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് രാജ്യത്ത് പുതിയ TB കേസുകളുടെ എണ്ണത്തിലും TB മരണങ്ങളിലും വലിയ കുറവുണ്ടായതായി ലോകാരോഗ്യ സംഘടനയുടെ റിപ്പോർട്ടിൽ പറയുന്നു. ബംഗ്ലാദേശ്, ഭൂട്ടാൻ, നേപ്പാൾ, തായ്ലൻഡ് എന്നീ രാജ്യങ്ങളും TBക്കെതിരായ പോരാട്ടത്തിൽ ഇന്ത്യയ്ക്കൊപ്പം പുരോഗതി നേടിയതായി റിപ്പോർട്ടിലുണ്ട്. സൗദി അറേബ്യയെ നാറ്റോയ്ക്ക് പുറത്തുള്ള പ്രധാന പ്രതിരോധ പങ്കാളിയായി പ്രഖ്യാപിച്ച് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇരു രാജ്യങ്ങൾക്കുമിടയിലെ സുരക്ഷാ സഹകരണം വർദ്ധിപ്പിക്കാൻ ഉദ്ദേശിച്ചാണ് ഈ തീരുമാനം. സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാനുമായി വൈറ്റ് ഹൌസിൽ നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് പ്രഖ്യാപനം. സൗദി അറേബ്യയ്ക്ക് F-35 യുദ്ധവിമാനം ലഭ്യമാക്കുന്നതിനുള്ള സന്നദ്ധതയും ട്രംപ് അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആന്ധ്രാപ്രദേശിലെ പുട്ടപർത്തിയിൽ സത്യസായി ബാബ ശതാബ്ദി ആഘോഷങ്ങളിൽ പങ്കെടുത്തു. ദക്ഷിണേന്ത്യൻ ജൈവകൃഷി ഉച്ചകോടിയുടെ ഉദ്ഘാടനം പ്രധാനമന്ത്രി ഇന്ന് കോയമ്പത്തൂരിൽ നിർവഹിക്കും. കേരളത്തിൽ SIR നടപടികൾ വേഗത്തിലാക്കുന്നതിൽ ബൂത്ത് ലെവൽ ഓഫീസർമാർ സുപ്രധാന പങ്കാണ് വഹിക്കുന്നതെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രഥൻ യു കേൽക്കർ. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം സംസ്ഥാനത്ത് ഊർജിതമായി പുരോഗമിക്കുന്നു. നാമനിർദ്ദേശ പത്രിക മറ്റന്നാൾ വരെ സമർപ്പിക്കാം. ബീഹാറിൽ സർക്കാർ രൂപീകരണം സംബന്ധിച്ച ചർച്ചകൾ അവസാന ഘട്ടത്തിൽ. NDA നിയമസഭാ കക്ഷിയോഗം ഇന്ന് ഉച്ചതിരിഞ്ഞ്. 56ാമത് ഇന്ത്യ രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് നാളെ ഗോവയിൽ തിരിതെളിയും.
ക്ഷയരോഗത്തിനെതിരായ പോരാട്ടത്തിൽ ഗണ്യമായ പുരോഗതി കൈവരിച്ചതിന് ഇന്ത്യയ്ക്ക് ലോകാരോഗ്യ സംഘടനയുടെ പ്രശംസ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.